ഹലോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഹാർമണി ഓഫ് മാർവൽസ് എന്ന ഫസ്റ്റ് യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് എന്നുള്ളതാണ്. ഇതൊരു ട്രാവൽ നോട്ടാണ്, ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. വാട്ട് വുഡ് അവൈറ്റ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് ഇൻ UAE? I wondered as I came out of the airport into the open air. നമ്മളുടെ റൈറ്റർ UAEയിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. അദ്ദേഹം ഒരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ എന്തെല്ലാം കാഴ്ചകളായിരിക്കും എനിക്ക് കാണാനായിട്ടുള്ളത്, കാരണം ഞാനൊരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റാണ്. I had been to Oman to stay with my niece. അപ്പോൾ ഒമാനിലേക്ക് താൻ പോകുന്നത് തൻ്റെ കസിൻ്റെ കൂടെ. നീസ് എന്ന് പറഞ്ഞാൽ അനന്തരവൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. കസിൻ്റെ കൂടെ കുറച്ച് 1-2 ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. I had just squeezed in 2 days on my way back home. അപ്പോൾ ഈ യാത്ര വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു യാത്രയാണ്. ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രം, 2 ദിവസത്തേക്ക് മാത്രമാണ് അദ്ദേഹം പോകുന്നത്. അതിനുശേഷം അദ്ദേഹം തിരികെ പോവുകയും ചെയ്യും. But 2 days were enough to give me an eye full and plenty of food for thought. അപ്പം അദ്ദേഹം പറയുന്നു, ആ 2 ദിവസം മതിയായിരുന്നു. ധാരാളം കാഴ്ചകൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. കണ്ണ് നിറയെ, വയറ് നിറയെ അദ്ദേഹം കാഴ്ചകൾ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. The dense clouds hovering above the wings of the aircraft had already given me an eye full. അദ്ദേഹത്തിൻ്റെ ആ യാത്രയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ട ആ കാഴ്ച, ഡെൻസ് ക്ലൗഡ് ഹവറിങ് അബവ് ദ വിങ്സ്, ഒരു നല്ല കാഴ്ച തന്നെയായിരുന്നു അത്. ഡെൻസ് ക്ലൗഡ് എന്ത് ചെയ്യുന്നു, അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുന്ന ആ കാഴ്ച കാണാൻ വളരെ മനോഹരമായിരുന്നു. ആൻഡ് ദ ഡെസേർട്ട്, പോകുന്ന വഴിക്ക് അദ്ദേഹം ഒരു ഡെസേർട്ട് കണ്ടു. അതും വളരെയധികം വലിയ ഒരു അനുഭവം തന്നെ ആയിരുന്നു. സെക്കൻഡ് പാരഗ്രാഫ്. ദ ലോങ് ഡ്രൈവ് ഇൻ മൈ ഫ്രണ്ട് അശോകൻസ് കാർ ഫ്രം റാസ് അൽ ഖൈമ ടു അബുദാബി വാസ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ്. ഈ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് അശോകൻ്റെ കാറിലാണ് അദ്ദേഹം റാസ് അൽ ഖൈമയിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്നത്. അതൊരു വലിയ മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. വി നെവർ ഗോട്ട് ടയേർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച്. ആ യാത്രയിൽ അവർ ഒട്ടും ക്ഷീണമോ മടുപ്പോ ഒന്നും അവർക്ക് തോന്നിയില്ല. പിന്നീട് അവരൊരു ബീച്ചിലേക്ക് പോയി. ദ സീ ഹാഡ് ദ സെയിം സെറീൻ അപ്പിയറൻസ് എവരിവെയർ. അവിടെ ചെന്നപ്പോഴും ആ കടൽ വളരെ കാമായിട്ട് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതും അദ്ദേഹത്തിന് ഒത്തിരിയധികം ഇഷ്ടപ്പെട്ടു. വൺ ഫീൽസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വയറ്റ് ബീച്ച്. അപ്പോൾ ഈ ബീച്ചൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു തരം ഹെവൻലി ബ്ലിസ്, ഒരു ഹെവൻലി ബ്ലെസ്സിങ് ആണ് തോന്നുന്നത്. സ്വർഗീയമായ എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന് അപ്പോൾ ഫീൽ ചെയ്തു. അറ്റ് സ്വൈഹാൻ ഇൻ അബുദാബി ഐ കോട്ട് സൈറ്റ് ഓഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. പിന്നീട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട ഒരു കാഴ്ച പറയുകയാണ്. അബുദാബിയിലെ സ്വൈഹാനിൽ വെച്ചാണ് ആ അൺഎക്സ്പെക്റ്റഡ് സംഭവം ഉണ്ടാകുന്നത്. ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്. അവർക്ക് അബുദാബിയിലെ ഒരു സോളാർ പവർ പ്ലാന്റ് കാണാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ആണിത്. പ്രൊഡ്യൂസിങ് എ സ്റ്റൂപ്പൻഡസ് 1.2 GW ഓഫ് പവർ. അപ്പോൾ ആ പവർ പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ 1.2 GW ആണ്. ഓഫ് കോഴ്സ് ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് കാഴ്ചകൾ കാണാൻ ടൂറിസ്റ്റിനെ അനുവദിച്ചിരുന്നില്ല. ഐ ഹാഡ് ടു സാറ്റിസ്ഫൈ മൈസെൽഫ് വിത്ത് ദ മാഗ്നിഫിഷ്യൻറ്റ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദി പവർ പ്ലാന്റ് ഓൺ ദ നെറ്റ്. അപ്പോൾ ഇവർക്ക് അകത്ത് കയറി കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ അനുവാദം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ ഫോട്ടോഗ്രാഫുകൾ കണ്ട് അവർ സ്വയം സാറ്റിസ്ഫൈഡായി. ദ പ്ലാന്റ് ഹാസ് ആൻ അമേസിങ് 3.2 മില്യൺ സോളാർ പാനൽസ്. പ്ലാന്റിൽ 3.2 മില്യൺ സോളാർ പാനൽസ് ആണുള്ളത്. ഐ വിഷ് ടൂറിസ്റ്റ് വേ ഗിവൺ ആൻ ഏരിയൽ വ്യൂ ഓഫ് ദി പ്ലാന്റ്. നമ്മളുടെ നറേറ്റർ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ അകത്ത് കയറി കാണാൻ ടൂറിസ്റ്റുകൾക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ഇനി അങ്ങനെ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു ഏരിയൽ വ്യൂ എങ്കിലും, ആകാശ കാഴ്ചയെങ്കിലും
ടൂറിസ്റ്റുകൾക്ക് അനുവദിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. I was able to view the imposing Burj Khalifa, the tallest building in the world. പിന്നീട് അവർക്ക് വേൾഡിലെ തന്നെ ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫ കണ്ടു. അത് ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ക്ലൈംബിങ് ഇറ്റ് ഓൾ ദ വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. ഓഫ് കോഴ്സ് ഐ കുഡിൻ ഡു ഇറ്റ്. ഇതിൻ്റെ മുകളിലേക്ക് ക്ലൈംബ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ക്ലൈംബ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ വേൾഡിൻ്റെ നെറുകയിലെത്തും എന്ന് തന്നെയാണ് സത്യം. എ ബോട്ട് റൈഡ് അറ്റ് ബുർ ദുബായ് ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. പിന്നീട് അവർ ഒരു ബോട്ട് റൈഡിന് പോയിരുന്നു. അതും ഒരു ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ദ ഡാസ്ലിംഗ് ലൈറ്റ്സ് ആൻഡ് ദ റിഫ്ലക്ഷൻസ് ഓൺ ദ ക്രീക്ക് ഗിവ് യു എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദി വേൾഡ്. അവിടുത്തെ ആ ഒരു കാഴ്ചകൾ, അവിടെ ഡാസ്ലിംഗ് ലൈറ്റ്, ആടുന്ന ലൈറ്റുകളും അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻസും അരുവിയിലേക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്ങും, അതൊക്കെ ഒരു ഭയങ്കര കാഴ്ച തന്നെയായിരുന്നു. ഇറ്റ് വാസ് ഓൺലി മാച്ച്ഡ് ബൈ ദ റൈഡ് ഓൺ ദി മെട്രോ ഫ്രം അൽ നന്ദ ടു സ്റ്റേഡിയം. പിന്നീട് ഒരു മെട്രോയിലുള്ളൊരു യാത്രയെക്കുറിച്ച് പറയുന്നു. ട്രെയിനിലിരുന്നു കൊണ്ട് അദ്ദേഹം ലാൻഡ്സ്കേപ്പ്, ഭൂപ്രകൃതിയൊക്കെ വളരെയധികം എൻജോയ് ചെയ്തു, എൻ്റർടൈൻ ചെയ്തു. ബട്ട് ഹിയർ വാസ് എ ലാൻഡ്സ്കേപ്പ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എവർ സീൻ. അപ്പം ആ ഒരു ഭൂപ്രകൃതി, ആ കാഴ്ച അദ്ദേഹം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായൊരു കാഴ്ച തന്നെ ആയിരുന്നു. ബട്ട് നത്തിങ് മാച്ച്ഡ് ദ ലൗറെ അബുദാബി മ്യൂസിയം, എ മാവൽ ബൈ എനി സ്റ്റാൻഡേർഡ്. പിന്നീട് അബുദാബി ലൗറെ മ്യൂസിയത്തെക്കുറിച്ചാണ് പറയുന്നത്. അതൊരു മനോഹര കാഴ്ച തന്നെയായിരുന്നു. ഇറ്റ് ഹൗസസ് some of the world's most fascinating archaeological remains, paintings, sculptures and other artifacts. ഇവിടെ പലതരം പുരാതന വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു, പെയിൻറ്റിങ്സ് അവിടെയുണ്ട്, പിന്നെ പലതരത്തിലുള്ള സ്കൾപ്ചേഴ്സ് അവിടെ കാണാം. അങ്ങനെ പല ആർട്ടിഫാക്ട്സ്, കലാകരമായ ധാരാളം കാര്യങ്ങളാൽ നിറഞ്ഞ ഒരു മ്യൂസിയം ആയിരുന്നു അത്. ഇറ്റ് ക്യാരീസ് ദ നെയിം ഓഫ് ഫേമസ് ലൗറെ മ്യൂസിയം ഇൻ ഫ്രാൻസ് ഓൺ ആൻ എഗ്രിമെൻറ്റ്. അപ്പോൾ ഈ അബുദാബിയിലെ ഈ മ്യൂസിയത്തിന് ഈ പേര് കിട്ടിയിരിക്കുന്നത് ഫ്രാൻസിലെ ലൗറെ മ്യൂസിയത്തിൻ്റെ അതേ പേര് തന്നെയാണ്. അതൊരു എഗ്രിമെൻറ്റിൽ അങ്ങനെ ഇതിന് ലഭ്യമായതാണ്. ഇറ്റ് ഹാസ് ഓൾസോ റെൻഡഡ് മോർ ദാൻ 300 പീസസ് ഫ്രം ദ ലൗറെ ഫോർ ഡിസ്പ്ലേ. ഈ ഫ്രാൻസിലെ ആ മ്യൂസിയത്തിൽ നിന്നും അബുദാബിയിലേക്ക് 300 പീസസ് അവർ കൊണ്ടുവന്നിട്ടുമുണ്ട്, ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുമുണ്ട്. ഐ തോട്ട് ഇറ്റ് ടെറിബ്ലി അൺലക്കി ഓഫ് മീ ടു ഹാവ് സ്പെൻറ്റ് ഓൺലി half day in the museum. I would have loved to spend at least a week. അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഒരു അൺലക്കി ആയിട്ടുള്ള ഒരാളാണ്. കാരണം ഈ മ്യൂസിയത്തിൽ എനിക്ക് ഹാഫ് എ ഡേ മാത്രമേ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഒരു ആഴ്ച കിട്ടിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ഇവിടെ ആഗ്രഹിക്കുകയാണ്. ലാസ്റ്റ് പാരഗ്രാഫ്. ഓൺ ബോർഡിംഗ് ദ ഫ്ലൈറ്റ് ടു കാലിക്കറ്റ് ഐ വിഷ്ഡ് ഐ ഹാഡ് മോർ ടൈം ഫോർ എ വിസിറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ അദ്ദേഹം കാലിക്കറ്റിലേക്ക് തിരിച്ചു പോകുന്ന യാത്രയിൽ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, ഇതുപോലെ ഒരു വിസിറ്റും കൂടി എനിക്ക് ഒന്നും കൂടി കിട്ടിയിരുന്നെങ്കിൽ. അറ്റ്ലീസ്റ്റ് 2 weeks, 2 weeks എങ്കിലും വേണം. അനദർ ടൈം ഐ മൈറ്റ് ഗെറ്റ് എ ചാൻസ് അഗെയിൻ, എനിക്ക് വീണ്ടും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു.